ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം പലയിടങ്ങളിലും ശക്തമാകുന്നുണ്ട്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിപുലമായൊരു യോഗം ചേർന്നിരുന്നു. നിയമസഭ ചർച്ച ചെയ്തിരുന്നു. വയനാട് മന്ത്രിതല സമിതി തന്നെ അവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ നിലവിലുള്ള ക്യാമ്പിലെ നിയമങ്ങൾ നമുക്ക് ചില പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് സാധ്യമാകുമ്പോൾ അതെല്ലാം ചെയ്യണം എന്ന നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാറിൽ ഈ മരണം സംഭവിച്ചതിനെ തുടർന്ന് ഉടൻ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അദ്ദേഹം വിസ്തീരിച്ചായി. ഞാൻ വനമന്ത്രിയായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. കുടുംബത്തിനുടൻ തന്നെ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ നൽകും. അതിൽ ഇന്ന് തന്നെ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും എന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഒരു പ്രത്യേക ടീമിനെ തന്നെ ആ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയും നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പൊതുവികാരമുണ്ടാകും, കുടുംബാംഗങ്ങൾക്കുണ്ടാകും. അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. SP മറ്റു ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമായ സംഗതിയാണ്. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു മോർച്ചറിക്കകത്ത് ഒരു മനുഷ്യന്റെ ഒരു ശരീരം കിടക്കുമ്പോൾ അത് ഡോക്ടർമാർ അത് പോലീസ് ഇൻക്വസ്റ്റ് ചെയ്യാൻ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭത്തിൽ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തിനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റ്മോർട്ടം പ്രധാനപ്പെട്ടതാണ്. അവിടെ കയറി അത് ബോഡി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ കുടുംബാംഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശുപത്രിയിൽ തന്നെയാണ്. അവരിതിന്റെ കൂടെ പോയിട്ടില്ല. അവർ ആശുപത്രിയിലാണ്. ദേവികുളം MLA ആശുപത്രിയിലുണ്ട്. കോതമംഗലം MLAയും ആശുപത്രിയിലുണ്ട്. ആ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കളക്ടറും SP അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതും സമൂഹത്തിൽ അത്തരം സന്ദേശം നൽകേണ്ട ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ മുൻപിലുള്ള ഈ പ്രശ്നത്തിൽ അതിൽ സാധ്യമായ രൂപത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ പറ്റുന്നതല്ല. ഒരു സാധാരണ നമ്മളെല്ലാവരും ചില ഘട്ടങ്ങളിൽ വൈകാരികമായി ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ഒരു ആദരവ് നിയമവ്യവസ്ഥയോടുള്ളത് പിന്നെ പോസ്റ്റ്മോർട്ടത്തിനകത്തൊക്കെ മാൻഡേറ്ററി കാര്യമാണല്ലോ. ഒരു മോർച്ചറിയിൽ MLA ഉൾപ്പെടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ കയറി ചെല്ലുക, മൃതദേഹം എടുത്തുകൊണ്ട് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുക. കുടുംബാംഗങ്ങൾ ഞാൻ കേട്ടെടുത്തോളാണ് കുടുംബാംഗങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിനുള്ളവർ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബാംഗങ്ങളുടെ വികാരം പോലും മാനിക്കാതെയുള്ള അത്തരം നടപടികൾ അത് വളരെ തെറ്റായ നടപടി തന്നെയാണ്. ആ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അങ്കമാലി, അതിരപ്പള്ളി, അതുപോലെ ആ മേഖലയിൽ മൂക്കന്നൂര്, പ്ലാന്റേഷൻ ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ യോഗം വിളിച്ചു. അവിടുത്തെ ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ ആ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കപ്പെടുന്നു എന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ എല്ലാവരും ഇടപെടേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ തങ്ങളുടെ ഏതെങ്കിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് തെറ്റായ സന്ദേശം സമൂഹത്തിലേക്ക് നൽകും. വീഡിയോകളിലൂടെ ഇപ്പൊ ഞാൻ ചില ഇതിൽ കണ്ടത് വളരെ ഗൗരവമായ തെറ്റായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയും ഇവർ രാഷ്ട്രീയ താല്പര്യമുള്ളവർ മാത്രം അവിടെ അവരുടെ ജീവനായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ ബോഡി ഇവർ വലിച്ചുകൊണ്ട് പോയി ചെയ്യാന്നുള്ളത് അത് വളരെ തെറ്റായ രീതിയാണ്. അത് ഗൗരവമായി തന്നെ നിയമപരമായി തന്നെ നേരിടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചില നിയമങ്ങൾ ചില പരിമിതി നൽകുന്നുണ്ട്. ക്യാമ്പിലെ നിയമങ്ങളുടെ പരിമിതിയുണ്ട്. ഇപ്പൊ നിയമത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ആ ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട ഉത്തരവുകൾ കേന്ദ്ര ഗവൺമെന്റ് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ആ ഉത്തരവ് അനുസരിച്ചാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഗൗരവമായി തന്നെ യൂണിയൻ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം. ജനങ്ങളുടെ ജീവനാണ് ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത്. വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ സർക്കാരിന്റെ പൊതു സമീപനം അത് തന്നെയാണ്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത് നമ്മളെല്ലാവരും ഇതിപ്പോ ഏതെങ്കിലും ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവം അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതല്ലല്ലോ.
അപ്പോൾ അതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി മാറേണ്ട ആളുകളല്ലേ. ഒരു നിയമവ്യവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഇടപെടേണ്ടത്. ഇപ്പോൾ അതിനകത്ത് കാണുമ്പോൾ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ്. എന്നാൽ ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അത് പരിഹരിക്കാനായിട്ടുള്ള കുറേ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നും യൂണിയൻ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവർ കൂടി ചില കാര്യങ്ങളിൽ അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ഭേദഗതികൾ നമുക്ക് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രശ്നത്തിൽ ഇനിയും സർക്കാർ ഇടപെടും. വനം വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിൽ വനമേഖല പങ്കിടുന്ന എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം നേരിട്ട് പോയി കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. കുറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഇടുക്കിയിലും സമാനമായ യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററും വനം വകുപ്പ് മന്ത്രി ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ സാധ്യമാകുന്ന രൂപത്തിൽ എല്ലാ ഇടപെടലും ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും.